بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കുക എന്നത് മഹത്തരമായ ഇബാദത്തുകളിൽപ്പെട്ടതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ദീൻ പഠിക്കുക എന്നത് എല്ലാ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ കാര്യമാണ്. ദീനിൽ പഠിക്കാൻ നിർബന്ധമായിട്ടുള്ള പലതരം വിജ്ഞാനങ്ങളുണ്ട്. നിസ്കാരം പഠിക്കണം, മര്യാദകൾ പഠിക്കണം, നിത്യജീവിതത്തിലെ കർമ്മങ്ങൾ പഠിക്കണം. പക്ഷേ ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്, ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനം, ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം തൗഹീദ് പഠിക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിക്കാനായി കൽപ്പിച്ച കാര്യം തൗഹീദാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം നബിയെ അങ്ങു പഠിക്കണം എന്ന് സൂറത്തു മുഹമ്മദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം, അതിൻ്റെ അർത്ഥവും ആശയവും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതും അതിന് വിരുദ്ധമാകുന്ന കാര്യങ്ങൾ എന്താണ് എന്നതും ഇതൊക്കെ പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പം നമ്മുടെ ദീനിൽ ഏറ്റവും വലിയ വിജ്ഞാനം തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്. തൗഹീദ് പഠിപ്പിക്കുന്നതിനു വേണ്ടി പണ്ഡിതന്മാർ പഴയ കാലങ്ങളിലും ആധുനിക കാലഘട്ടത്തിലുമൊക്കെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ വളരെ മനോഹരമായ, സാധാരണക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ റിസാലയാണ്, ചെറിയ ലേഖനമാണ് അൽ ഖവാഇദുൽ അർബഅ എന്ന ഗ്രന്ഥം. വളരെ ചെറിയൊരു പുസ്തകമാണിത്. 4 അടിത്തറകൾ, 4 അടിസ്ഥാന കാര്യങ്ങൾ, അതാണ് ഈ പുസ്തകത്തിൻ്റെ വിഷയം. ഈ 4 അടിത്തറകൾ ഒരാൾ പഠിച്ചാൽ തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്, അയാൾക്കത് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്. അതുപോലെ തന്നെ ആരാണ് മുവഹിദായ ഒരാൾ, ആരാണ് മുസ്ലിമായ ഒരാൾ, ആരാണ് മുശ്രിക്കായ ഒരാൾ, ഇത് വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന വളരെ മനോഹരമായ ഒരു പുസ്തകമാണിത്. ചെറിയ ചെറിയ റിസാലയാണ്, 2 പേജിൽ 3 പേജിൽ തീരാവുന്ന. ഈ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം, ഇതിൽ വന്നിട്ടുള്ള വിഷയങ്ങൾ, അതിൻ്റെ പ്രധാന തെളിവുകൾ ഖുർആനും ഹദീസും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ അറബികളുടെ അവസ്ഥയുമാണ്. ഖുർആനും ഹദീസും അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ നിലകൊണ്ടിരുന്ന വിശ്വാസം എന്താണോ അതുമാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ വിഷയം. ഇമാമുദ്ദഅവ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് റഹിമഹുല്ലാഹ്, അദ്ദേഹമാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ ആമുഖമാണ് ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്ന് വിശദീകരിക്കാനുള്ളത്. അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി കൊണ്ട് പുസ്തകങ്ങൾ ആരംഭിക്കുക എന്നത് ഖുർആനിൻ്റെ രീതിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ ആരംഭിച്ചിരിക്കുന്നത് ബിസ്മി കൊണ്ടാണ്. എല്ലാ സൂറത്തുകളും ഖുർആനിൽ സൂറത്തുൻ നംൽ ഒഴികെ, സൂറത്തു തൗബ ഒഴികെ എല്ലാ സൂറത്തുകളും ആരംഭിച്ചിരിക്കുന്നത് ബിസ്മി കൊണ്ടാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽഖീസ് രാജ്ഞിക്ക് എഴുതിയ കത്ത് ആരംഭിക്കുന്നത് ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് കത്തെഴുതുമ്പോൾ അവിടുന്ന് ആരംഭിച്ചിരുന്നത് മിൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ ഇല ഖൈസർ മലിക് റൂം ഔ അദീം റൂം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഗ്രന്ഥങ്ങൾ ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്.
എഴുത്തുകൾ ബിസ്മി കൊണ്ടും പ്രസംഗങ്ങൾ ഹംദ് കൊണ്ടുമാണ്. പ്രസംഗങ്ങളുടെ തുടക്കത്തിൽ പൊതുവെ ഉള്ള രീതി ഹംദ് കൊണ്ട് ആരംഭിക്കുക എന്നതാണ്. പുസ്തകങ്ങൾ ആരംഭിക്കേണ്ടത് ബിസ്മി കൊണ്ടാണ്. വല്ലാഹു അലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കും. എന്താ ബിസ്മി ചൊല്ലുന്നതിൻ്റെ ഉദ്ദേശം? എന്തിനാണ് ബിസ്മി ചൊല്ലുന്നത്? ഒരു കാര്യം ചെയ്യുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയുന്നത് എന്തിനാണ്? അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് ഇത് ആരംഭിച്ചാൽ റബ്ബിൻ്റെ സഹായമുണ്ടാകും. അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിച്ചതിനാൽ ഈ പ്രവൃത്തിയിൽ ബറക്കത്തുണ്ടാകും, ഖൈറുണ്ടാകും. ഷറുകളിൽ നിന്ന് അള്ളാഹു നമ്മെ തടുക്കും. ഇതുകൊണ്ടാണ് ബിസ്മി നല്ല പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ കൽപ്പിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഒരു മാംസം അതിൻ്റെ ഹലാലും ഹറാമും വേർതിരിയുന്നത് ബിസ്മി എന്ന വാക്കുകൊണ്ടാണ്. ഒരു മാംസത്തിൻ്റെ ഹലാലും ഹറാമും ബിസ്മി ചൊല്ലി അറുത്താൽ ഹലാലായി, ബിസ്മി ചൊല്ലാതെ അറുത്താൽ കഴിക്കാൻ പാടില്ലാത്ത ഹറാമായ ഭക്ഷണമായി. നായയെ വേട്ടയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയച്ചാൽ അത് പിടിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണം പഠിപ്പിച്ചു കൊടുത്ത നായയാണെങ്കിൽ ഹലാലാണ്, അല്ലെങ്കിൽ അത് ഹറാമാണ്. ബിസ്മി കൊണ്ട് മാംസത്തിലെ ഹലാൽ ഹറാമുകൾ മാറി മറിയുന്നുണ്ട്. ബിസ്മില്ല എന്ന വാക്ക് വളരെ ഗൗരവപ്പെട്ട വാക്കാണ്. വിശുദ്ധ ഖുർആൻ ആരംഭിക്കാൻ അള്ളാഹു അതാണ് തിരഞ്ഞെടുത്തത് എന്നതിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് അദ്ദേഹം ഈ കിതാബ് ആരംഭിക്കുന്നത്, ഈ പുസ്തകം വായിക്കുന്നവർ, ഇത് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദുആ കൊണ്ടാണ്. നമ്മളൊരാൾക്കൊരു ദീൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അയാൾ എന്തുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? എന്തിനാണ് അയാളെ പഠിപ്പിക്കുന്നത്? അയാളെ ഉപദ്രവിക്കാനാണോ? അയാളെ പ്രയാസപ്പെടുത്താനാണോ? അയാൾക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടാക്കാനാണോ? അല്ല, അയാൾ നന്നാകാൻ വേണ്ടിയാണ്, അയാൾ ഖൈറിലാകാൻ വേണ്ടിയാണ്, അയാൾക്ക് ഉപകാരമുണ്ടാകാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ പൊതുശൈലിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ധാരാളമായി പുസ്തകം വായിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദുആ കാണാം. അർഷദകല്ലാഹു ലിതാഅതിഹി റഹിമകല്ലാഹ് ഹഫിളകല്ലാഹു മിൻ കുല്ലി സൂ. ഇങ്ങനെ നമ്മൾ ആരെയാണോ നന്മയിലേക്ക് ക്ഷണിക്കുന്നത് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് അയാൾ നമ്മുടെ ക്ഷണം സ്വീകരിക്കാനുള്ള വലിയ കാരണങ്ങളൊന്നാണ്. നമ്മൾ ചില ആൾക്കാർ ഒരാളോടൊരു ഖൈർ പറഞ്ഞു കൊടുത്താൽ സ്വീകരിച്ചില്ലെങ്കിൽ ഒന്ന് നശിക്കട്ടെ, ഒന്ന് തകരട്ടെ, ഒന്ന് അപകടം ഉണ്ടാവട്ടെ, ഒന്ന് കൂടുതൽ ഷർറാവട്ടെ, അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ദൗസ് ഗോത്രത്തിൽ നിന്നൊരാൾ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ എൻ്റെ നാട്ടുകാരെ ദീനിലേക്ക് ക്ഷണിച്ചു, ഒരാൾ സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് നബിയെ താങ്കൾ അവർക്കെതിരെ ദുആ ചെയ്യണം. അവിടുന്ന് കഅബയുടെ അരികിലായിരുന്നു, അവിടുന്ന് കൈ ഉയർത്തി. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഹലക ദൗസുൻ, ദൗസിത നശിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഹദി ദൗസൻ വഅതി ബിഹിം, അള്ളാഹുവെ നീ ദൗസിന് ഹിദായത്ത് നൽകണേ, അവരെ നീ മുസ്ലിങ്ങളാക്കി കൊണ്ടുവരണേ. അങ്ങനെ അദ്ദേഹത്തോട് തിരിച്ചു പോകാൻ പറഞ്ഞു. ജനങ്ങളോട് വീണ്ടും അവരെ നന്മയിലേക്ക് ക്ഷണിക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുൻപ് ദൗസ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ച് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒരു വലിയ സംഘമായി തക്ബീർ മുഴക്കി മദീനയിലേക്ക് വന്നു. നിങ്ങൾക്കറിയുമോ, ആ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. ആ ദൗസ് ഗോത്രം മുസ്ലിമായി വന്ന കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹ്മാൻ അദ്ദൗസി എന്നാണ്. ആരാണ് അബ്ദുറഹ്മാൻ അദ്ദൗസി എന്നറിയുമോ? അബൂ ഹുറൈറയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അധികം ഹദീസിൽ ഉദ്ധരിച്ച സഹാബി അബൂ ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആഇൻ്റെ ഫലമായി ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് വന്നെത്തിയ ആളാണ്. നമ്മൾ ക്ഷണിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുകയാണ്, അസ്അലുല്ലാഹൽ കരീം റബ്ബൽ അർശിൽ അദീം അൻ യതവല്ലാക ഫിദ് ദുനിയ വൽ ആഖിറ. അസ്അലുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അസ്അലുല്ലാഹൽ കരീം, അൽ കരീം അള്ളാഹുവിൻ്റെ പേരാണ്. അൽ കരീം, കരീം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം നന്മ ചെയ്യുന്നവൻ എന്നാണ് കരീം എന്നതിൻ്റെ അർത്ഥങ്ങളിൽ ഒന്ന്. കരീം, അസ്അലുല്ലാഹൽ കരീം റബ്ബൽ അർശിൽ അദീം, മഹത്തരമായ അർഷിൻ്റെ ഉടമസ്ഥനായ, അതിൻ്റെ രക്ഷിതാവായ. അർഷ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായ സൃഷ്ടിയാണ്, ഏറ്റവും മുകളിലുള്ള സൃഷ്ടിയാണ്. ഏറ്റവും മുകളിലുള്ളത് അള്ളാഹുവാണ്. ഏറ്റവും മുകളിലുള്ള സൃഷ്ടി അഅ്ലൽ മഖ്ലൂഖാത്ത് അർശാണ്. ഏറ്റവും ഭാരമുള്ള സൃഷ്ടിയാണത്, അസ്ഖലുൽ മഖ്ലൂഖാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസീനത അർശിഹി. അർശിന് വലിയ ഭാരമുണ്ട്. അതുപോലെ
അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മഹത്തരമായ സൃഷ്ടിയാണത്. ഖുർആനിൽ പലയിടത്തും അള്ളാഹു ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണം അല്ലാഹുൽ കരീം റബ്ബൽ അർശിൽ അദീം. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇത് വന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഒരാൾ രോഗിയായി കിടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അയാളെ സന്ദർശിച്ച് അയാളുടെ അടുത്ത് ചെന്നിരുന്ന് അസ്അലുല്ലാഹൽ കരീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക് എന്ന് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് പറയാം അയാൾക്ക് മരണം ആ രോഗത്തിൽ വിധിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ രോഗം മാറുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളൊന്നാണ്. അസ്അലുല്ലാഹൽ കരീം റബ്ബൽ അർശിൽ അദീം അൻ യതവല്ലാക ഫിദ് ദുനിയ വൽ ആഖിറ. അള്ളാഹു നിൻ്റെ കാര്യങ്ങളെല്ലാം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇതും ദഅവത്തിലെ മര്യാദകളിൽപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഒരാൾക്ക് വേണ്ടി ദഅവത്ത് നടത്തുമ്പോൾ, ഒരാളെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ അയാളുടെ പരലോകത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ അയാളുടെ ദുനിയാവിന് വേണ്ടി കൂടി ദുആ ചെയ്യും. അള്ളാഹു നിൻ്റെ ദുനിയാവിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരട്ടെ, നിൻ്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നടപ്പിലാക്കി തരട്ടെ, അള്ളാഹു നിനക്ക് ഖൈർ തരട്ടെ, നിൻ്റെ മക്കളെയും. അത് അയാളെ നമ്മൾ പറയുന്നത്, കാരണം ഒരാൾക്ക് വേണ്ടി നന്മക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയുമ്പോൾ അത് അയാൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിനക്ക് നന്മ തരട്ടെ. നോക്കൂ, ഈ നസീഹത്ത് ദഅവത്തിൽ പ്രബോധകർ പ്രകടമാക്കേണ്ട കാര്യമാണ്. അത് മറിച്ച് എനിക്ക് അവരോട് ഇഷ്ടമുണ്ട് പക്ഷെ ഞാനതങ്ങനെ പുറത്തേക്ക് കാണിക്കില്ല എന്ന് പറയാൻ പാടില്ല. നബിമാർ നോക്കൂ, എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിലേക്ക് വന്നിട്ട് എന്താ പറഞ്ഞത്? ഇന്നി ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ നിങ്ങളോട് ഗുണകാംക്ഷയുള്ള ഒരാളാണ് എന്ന് നബിമാരൊക്കെ പറയണം. അപ്പോൾ ഇന്ന് പലപ്പോഴും ദഅവത്തിൽ സംഭവിക്കുന്ന അപകടങ്ങളിലൊന്ന് പരിഹാസങ്ങളും കളിയാക്കലുകളും, മറ്റുള്ളവർക്ക് വിവരമില്ല, ഇന്നയാൾക്ക് വിവരമില്ല. ഇത് പറയുമ്പോൾ അവർ നമ്മുടെ വാക്കുകൾ കേൾക്കുന്നതിൽ നിന്ന് അകലാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അസ്അലുല്ലാഹൽ കരീം റബ്ബൽ അർശിൽ യതവല്ലാക ഫിദ് ദുനിയ വൽ ആഖിറ വഅൻ യജഅലക മുബാറകൻ ഐനമാ കുൻത്. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ബറക്കത്ത് നിനക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ല, വജഅലനി മുബാറകൻ ഐനമാ കുൻത്, ഞാൻ എവിടെയാണെങ്കിലും അള്ളാഹു എനിക്ക് ബറക്കത്ത് നിശ്ചയിച്ചിരിക്കുന്നു. മനോഹരമായ പ്രാർത്ഥനയാണ്. വഅൻ യജഅലക മിമ്മൻ ഇദാ ഉഅതിയ ശകർ വഇദാ ഉബ്തുലിയ സബർ വഇദാ അദ്നബ ഇസ്തഗ്ഫർ. 3 കാര്യം. മനുഷ്യൻ്റെ ജീവിതം 3 കാര്യങ്ങളിൽ, ഈ 3 കാര്യങ്ങളിൽ ഒതുങ്ങുന്നതാണ്. ഈ 3 കാര്യങ്ങളിൽ പുറത്തു കടക്കാൻ സാധിക്കുന്ന ഒരാളുമില്ല. 3 അവസ്ഥകൾ. വനിയ ജഅലക, അള്ളാഹു നിന്നെ നല്ലൊരു മനുഷ്യനാക്കട്ടെ. നീ എങ്ങനെയായിരിക്കണം? വനിയ ജഅലക മിമ്മൻ ഇദാ ഉഅതിയ ശകർ, നിനക്കൊരു നിഅമത്ത് നൽകപ്പെട്ടാൽ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവനാകട്ടെ. നിനക്ക് നിഅമത്ത് കിട്ടിയാൽ നന്ദി കാണിക്കും. വഇദാ ബുതുലിയ സബർ, ഒരു പരീക്ഷണമുണ്ടായാൽ ക്ഷമിക്കുക. വഇദാ അദ്നബ് ഇസ്തഗ്ഫർ, തെറ്റ് ചെയ്താൽ, തിന്മ ചെയ്താൽ അള്ളാഹു പൊറുക്കൽ തേടുക. ഈ 3-ൽ നിന്ന് പുറത്തെടുക്കാവുന്ന ഒരു മനുഷ്യനില്ല. നിൻ്റെ ജീവിതത്തിൽ എന്തു കാര്യമുണ്ടെങ്കിലും ഈ 3-ൽ ഏതെങ്കിലും ഒന്ന്, ഒന്നല്ലെങ്കിൽ നിഅമത്ത്, അല്ലെങ്കിൽ ഒരു പരീക്ഷണം, അല്ലെങ്കിൽ നിൻ്റെ പക്കൽ നിന്ന് വന്നു പോകുന്നൊരു തിന്മ. ഈ 3-നിടയിലാണ് നീ ഉള്ളത്. ഒന്നല്ലെങ്കിൽ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ഒരു പരീക്ഷണം, അല്ലെങ്കിൽ ഒരു തിന്മ സംഭവിക്കുക എന്നത്. ഈ 3 കാര്യമുണ്ടായാലും അത് 3 ചെയ്യേണ്ടത് എന്താ? നിഅമത്ത് ലഭിച്ചാൽ നന്ദി കാണിക്കുക. വഇസ്തഅ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഇനിയും വർദ്ധിപ്പിച്ചു തരുന്നതാണ്. ഇത് ഏതിനാണ് നന്ദി കാണിക്കേണ്ടത്? പലരിത് കേട്ടാൽ ആദ്യം ചിന്തിക്കുക ദുനിയാവിനെ കുറിച്ചാണ്. ദുനിയാവിൽ എനിക്ക് വാഹനമുണ്ട്, ബിസിനസ്സുണ്ട്, പൈസയുണ്ട്. ആദ്യം നന്ദി കാണിക്കേണ്ടത് ദീനിനാണ്. ദീനിന് നീ നന്ദി കാണിച്ചാൽ നിനക്ക് ദീൻ അള്ളാഹു കൊണ്ട് വർദ്ധിപ്പിച്ചു തരും. നിനക്ക് ലഭിച്ച നിഅമത്തുകൾ ഏറ്റവും വലുത് ദീനാണ്, പിന്നെയാണ് ദുനിയാവ് വരുന്നത്. നിഅമത്ത് ലഭിച്ചാൽ നന്ദി കാണിക്കാം. വഇദാ ബുതുലി, പരീക്ഷണം ലഭിച്ചാലോ സബർ, ക്ഷമിക്കുക. വഇദാ അദ്നബ് ഇസ്തഗ്ഫർ, തിന്മ പറ്റിയാൽ തിന്മ പറ്റിയാൽ അള്ളാഹുവിൻ്റെ ഇസ്തിഗ്ഫാർ തേടുക. ഈ 3 കാര്യങ്ങളും 3 അവയവങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതാണ്.
അപ്പോൾ ഏത് കാര്യങ്ങളെ പറഞ്ഞു? 3 കാര്യം പറഞ്ഞു. നന്ദി കാണിക്കുക, ശുക്ർ, ക്ഷമിക്കുക, സബർ, പാപമോചനത്തിയുടെ ഇസ്തിഗ്ഫാർ. 3 കാര്യം. 3 കാര്യം എപ്പോഴാണ്? നിഅമത്ത് ലഭിച്ചാൽ ശുക്ർ ചെയ്യണം, പരീക്ഷണം ഉണ്ടായാൽ ക്ഷമിക്കണം, തിന്മ സംഭവിച്ചാൽ ഇസ്തിഗ്ഫാർ ചെയ്യണം, പാപമോചനം. ഈ 3 കാര്യവും 3 അവയവങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതാണ്. ഓരോ 3 പറഞ്ഞു നോക്കാം നമുക്ക്. നിഅമത്ത് ലഭിച്ചാൽ ഹൃദയം കൊണ്ട് ഈ നിഅമത്ത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിനോട് മനസ്സിൽ നന്ദി കാണിക്കുകയും ചെയ്യുക. ഒരു നിഅമത്ത് ലഭിച്ചു, നിനക്ക് സമ്പത്തുണ്ടായി. ഖാറൂൻ പറഞ്ഞതുപോലെ ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ മിൻ ഇൻദി, എനിക്ക് ഇതൊക്കെ കിട്ടിയത് ഈ സമ്പത്തെല്ലാം ഞാൻ ഉണ്ടാക്കി എൻ്റെ കഴിവ് കൊണ്ടാണ്. അങ്ങനെ പറയരുത്. ഏത് നിഅമത്ത് ലഭിച്ചാലും അൽഹംദുലില്ലാഹ് അള്ളാഹു ലഭിച്ചതാണ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ലഭിച്ച നിഅമത്തുകളുടെ ചരിത്രം നിങ്ങൾക്കറിയാം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. ഈ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, നന്ദി കാണിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. നബിയാണ്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് മുൻപിൽ അദ്ദേഹത്തിൻ്റെ വാക്കതാണ്. പിന്നെ നിഅമത്തുകൾ ലഭിച്ചാൽ ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക. എങ്ങനെ ഹൃദയം കൊണ്ട് നന്ദി കാണിക്കേണ്ടത്? ഇത് അള്ളാഹു നൽകിയതാണ് എന്ന ഉറച്ച വിശ്വാസമുണ്ടാവുക. ഇതൊരു മോഹിദിൻ്റെ അടയാളമാണ്. എന്തെങ്കിലും നന്മ കിട്ടിയാൽ അത് ഈ വലിയനെ കൊണ്ടാണ്, ഈ പച്ച ചരട് കൊണ്ടാണ്, ഈ ഉറുക്ക് കൊണ്ടാണ്, ഈ ഏലസ് കൊണ്ടാണ്, ഈ പവർ ബാൻഡ് ധരിച്ചത് കൊണ്ടാണ്, പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയത് കൊണ്ടാണ്, എൻ്റെ ആത്മവിശ്വാസം കൊണ്ടാണ്, എൻ്റെ മേന്മ കൊണ്ടാണ്, എൻ്റെ അറിവ് കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ്. അള്ളാഹുൽ നിന്നാണ്. നിനക്ക് പഠിക്കാൻ സാധിച്ചാൽ അള്ളാഹുൽ നിന്നാണ്. നിനക്കൊരു കാര്യം എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും അള്ളാഹുൽ നിന്നാണ്. നിഅമത്ത് ലഭിച്ചാൽ ഹൃദയം കൊണ്ട് അള്ളാഹുവാണ് ഈ നിഅമത്ത് നൽകിയത് എന്ന തിരിച്ചറിവുണ്ടാകുക. നൂഹ് നബിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞില്ല, വകാന അബ്ദൻ ഷക്കൂറ, അദ്ദേഹം ധാരാളം നന്ദി കാണിക്കുന്ന അടിമയായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം. ഒരു ഭക്ഷണം കഴിച്ചാൽ അദ്ദേഹം അൽഹംദുലില്ലാഹ് എന്ന് പറയും, ഒരു വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്തു തന്നതാണ് ഈ നിഅമത്ത് എന്ന ബോധ്യം ഹൃദയത്തിൽ ഉറപ്പിക്കുക. നന്ദി കാണിക്കേണ്ടത് ഹൃദയത്തിൽ വേണം. പിന്നെ ഇവിടെ വയറുണ്ട്, ശ്രദ്ധിക്കാനുണ്ട്. രണ്ടാമത്തെ കാര്യം ഒരു നിഅമത്ത് ലഭിച്ചാൽ നാവ് കൊണ്ട് നന്ദി കാണിക്കണം. എങ്ങനെ നാവ് കൊണ്ട് നന്ദി കാണിക്കണം? നാവ് കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അതുപോലെ അള്ളാഹു നിനക്ക് നൽകിയ നിഅമത്ത് അള്ളാഹുവിൻ്റെ ഔദാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി എടുത്തു പറയാം. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹു നൽകിയ നിഅമത്ത് നീ എടുത്തു പറയുക. എങ്ങനെ എടുത്തു പറയേണ്ടത്? അള്ളാഹുവിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടി, അല്ല നിൻ്റെ മേന്മ പറയാൻ വേണ്ടിയിട്ടല്ല. ചില അള്ളാഹു എനിക്ക് അവന് ഉദ്ദേശിക്കുന്നത് അവൻ്റെ പൊങ്ങച്ചം കാണിക്കാനാണ്. അങ്ങനെയല്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മഹത്വം അറിയിക്കുന്നതിനു വേണ്ടി നീ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം എടുത്തു പറയാം. അപ്പോൾ ഹൃദയം കൊണ്ടുവേണം, നാവ് കൊണ്ടുവേണം, ശരീരാവയവങ്ങൾ കൊണ്ടും വേണം. ഇപ്പോൾ 3 കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, 3 അവയവങ്ങൾ വേണം: ഹൃദയം, നാവ്, ശരീരാവയവം കൊണ്ട് എങ്ങനെ നന്ദി കാണിക്കുക? നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മ നൽകിയാൽ അതുകൊണ്ട് നീ അള്ളാഹുവിനെ അനുസരിക്കുക, അവനെ ധിക്കരിക്കാതിരിക്കുക. അള്ളാഹു നിനക്ക് നാവ് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് നല്ലത് സംസാരിക്കുക. ചെവി തന്നിരിക്കുന്നു, അതുകൊണ്ട് നീ നല്ലത് കേൾക്കുക. കണ്ണ് തന്നിരിക്കുന്നു, അതുകൊണ്ട് നല്ലത് കാണുക. ആരോഗ്യം തന്നിരിക്കുന്നു, അതുകൊണ്ട് നല്ലത് പ്രവർത്തിക്കുക. ഇങ്ങനെ സമയം തന്നിരിക്കുന്നു, അതുകൊണ്ട് നന്മ ചെയ്യുക. ഇങ്ങനെ ഇപ്പോൾ 3 കാര്യങ്ങൾ. നന്മ ലഭിച്ചാൽ നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ്? ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, നാവ് കൊണ്ട് പറയണം, ശരീരാവയവങ്ങൾ കൊണ്ട് നന്മ പ്രവർത്തിക്കും. ഇതാണ് ശുക്ർ എന്ന് പറയുന്നത്. ഇതാണ് ശുക്ർ. ഇദാ ഉഅ്തിയ ശകർ വഇദാ ബുതുലിയ സബർ. പരീക്ഷണം ഉണ്ടായാൽ അവൻ ക്ഷമിക്കുന്നതാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ 3 അവയവങ്ങൾ കൊണ്ടാണ് ക്ഷമിക്കേണ്ടത്. ആദ്യം ക്ഷമിക്കേണ്ടത് ഹൃദയത്തിലാണ്. എങ്ങനെ ഹൃദയത്തെ ക്ഷമ പഠിപ്പിക്കാം? കടുത്ത പരീക്ഷണമുണ്ടായി. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം,
സബർ എന്ന് പറഞ്ഞാൽ ഹബ്സുൻ നഫ്സി അനി തസഖുത് ബിൽ മഖ്ദൂർ. അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യത്തിൽ അരിശം കാണിക്കാതിരിക്കുക, ഹൃദയത്തിൽ പൊറുതികേട് കാണിക്കാതിരിക്കുക. അള്ളാഹു 50,000 വർഷങ്ങൾക്ക് മുൻപ് ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷം മുൻപ് തീരുമാനിച്ചതാണ്. നീ എങ്ങനെയെല്ലാം ചാടിയാലും സംഭവിച്ചത് മാറ്റാൻ സാധിക്കുമായിരുന്നില്ല. നീ എന്തെല്ലാം ചെയ്തിരുന്നെങ്കിലും ഇത് മാറ്റാൻ കഴിയുമായിരുന്നില്ല. ഇത് അള്ളാഹു തീരുമാനിച്ചതാണ്. ഈ വെള്ളം ഇത്ര വരെ കുടിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞതായിരുന്നു. ആരെല്ലാം ഇത് തടഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഇതിവിടെ എത്താതിരിക്കില്ലായിരുന്നു. ഇതിവിടേക്ക് നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. ഇങ്ങനെ ഏതൊരു കാര്യവും ഏതൊരു പരീക്ഷണവും നിശ്ചയിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികൾ ചില പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ചില ഹദീസുകൾ തന്നെ വന്നതുപോലെ, ഒരു മനുഷ്യൻ ഈമാനിൻ്റെ മാധുര്യം അവൻ ആസ്വദിക്കുകയില്ല ഏതുവരെ ഹത്താ യഅലമ അന്നമാ അസാബഹു ലം യകുൽ യുഖ്തിഅഹു വഅന്നമാ അഖ്തഅഹു ലം യകുൽ യുസീബഹു. അവന് ലഭിച്ച ഒരു കാര്യം, അവൻ എന്തെങ്കിലും ഒരു പരീക്ഷണം ബാധിച്ചു എന്ന് വിചാരിക്കുക, അത് അവന് ബാധിക്കേണ്ടതായിരുന്നു എന്ന കാര്യം അവൻ ഉറപ്പ് വരുന്നത് വരെ ഇതെനിക്കൊരിക്കലും ബാധിക്കാതെ പോകേണ്ടത് അള്ളാഹു തീരുമാനിച്ചതാണ്, എന്തെങ്കിലും സംഭവിക്കാനുള്ളതായിരുന്നു. അവന് കിട്ടാതെ പോയ ഒരു കാര്യം അവൻ ഒരിക്കലും കിട്ടാൻ അള്ളാഹു വിധിച്ചിട്ടില്ലായിരുന്നു എന്ന് അവന് ഉറപ്പ് വരുന്നത് വരെ. ഇതാണ് സബർ എന്ന് പറഞ്ഞാൽ. സബറിൻ്റെ തുടക്കം ഹൃദയത്തിൽ നിന്നാണ്. പരീക്ഷണം ഉണ്ടായാൽ മനുഷ്യന് വിഷമമുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖിച്ചിട്ടുണ്ട്, അവിടത്തേക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്. പക്ഷേ തസഖുത്ത് ഉണ്ടാകാതിരിക്കുക, അരിശം കാണിക്കാതിരിക്കുക. നാശം, എന്താണിങ്ങനെ എന്ന് വെച്ചാൽ അള്ളാഹു വിധിച്ചതാണ്. അതിൽ നിന്ന് ഹൃദയത്തെ പിടിച്ചു വെക്കുക. 1. 2, നാവ് കൊണ്ട് മോശമായത് പറയാതിരിക്കുക. ചില ആളുകൾ സബറിൻ്റെ രണ്ടാമത്തെ കാര്യം അതാണ്. ഒരു പരീക്ഷണം ബാധിച്ചാൽ നാവ് കൊണ്ട് മോശം പറയാതിരിക്കുക. ഇന്ന് നാശം പിടിച്ച ദിവസമാണ്. ചില ആളുകൾ പറയും, നമ്മുടെ നാട്ടിലേക്കുള്ള വാക്കാണ് ഭണ്ഡാരം എന്ന് പറയും. അത് പറയാതിരിക്കുക, അങ്ങനെ പറയാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഒരു ഒട്ടകം അതിൻ്റെ കാലൊന്ന് തെന്നിയാൽ ഒരാൾ പറഞ്ഞു തഅസ ശൈത്താൻ, പിശാച് നശിക്കട്ടെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞാൽ പിശാച് അവൻ വലുതാകും. ഹത്ത യകൂന കൽ ജബൽ, ഒരു വലിയ മല പോലെ അവൻ വലുതാകും. അവനെ വെറുപ്പ് പിടിപ്പിച്ചു. ഞാൻ ഒരു മുഅ്മിനിനെ അവൻ ദേഷ്യം പിടിപ്പിച്ചു, അരിശം കാണിപ്പിച്ചു. എന്നാൽ നീ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ തസാഗർ ഹത്ത യകൂന കദ്ദുബാൻ, നീ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ചെറുതാവുകയും ഒരു ഈച്ചയുടെ അത്ര അവൻ നിസ്സാരനായി പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നാവ് കൊണ്ട് തെറ്റു പറയാതിരിക്കുക, അതാണ് സബറിൻ്റെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം അവയവങ്ങളെ അള്ളാഹു വിലക്കിയതിൽ നിന്ന് പിടിച്ചു വെക്കാൻ. ദേഷ്യം വന്നാൽ ചില ആൾക്കാരെന്ത് ചെയ്യും? മുള്ള ഗ്ലാസ് വലിച്ചെറിയും, ഫോൺ വലിച്ചെറിയും, മുള്ള കസേര എറിഞ്ഞു പൊട്ടിക്കും, മേശ തകർക്കും, മതിൽ മേടിക്കും, തല പോയി മതിൽമ കൊണ്ടേ, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹലിയ്യത്തിൻ്റെ സ്വഭാവങ്ങളിലായി എണ്ണിയ കാര്യങ്ങളിൽപ്പെട്ട വസ്ത്രം വലിച്ചു കീറുക, കവളത്തടിക്കുക, തലക്കടിക്കുക, ശരീരാവയവങ്ങളെ ഇത്തരം ജാഹലിയ്യത്തുകളിൽ നിന്ന് തടഞ്ഞു വെക്കുക, അതാണ് സബർ. നമ്മൾ പല ആൾക്കാർക്കും നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നാണ്. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോട്ട് പൊട്ടിക്കുക, എന്താ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ആ ഹദീസിൽ വന്ന വസ്ത്രം കീറുക, ഇങ്ങനെയുള്ള ജാഹലിയ്യത്തിൻ്റെ സ്വഭാവങ്ങളുടെ സമാനമായ കാര്യമാണ് എറിഞ്ഞു പൊട്ടിക്കലും മറ്റും ചെയ്യൽ. അപ്പോൾ 2 കാര്യം വന്നു. നിഅമത്ത് വന്നാൽ ശുക്ർ കാണിക്കണം, പരീക്ഷണം ഉണ്ടായാൽ സബ്ർ കാണിക്കണം. വഇദാ അദ്നബ ഇസ്തിഗ്ഫാർ, തിന്മ ചെയ്താൽ, തെറ്റുപറ്റിയാൽ ഇസ്തിഗ്ഫാർ ചെയ്യണം. തെറ്റ് എന്നത് ഓരോരുത്തരുടെയും അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ അനുസരിച്ച് അവനവന് സ്വന്തം തെറ്റുകൾ കൂടുതൽ ബോധ്യപ്പെടും. അള്ളാഹുവിനെ അറിയുന്നതിൽ വളരെ കുറവ് വരുത്തിയവൻ ചിന്തിക്കുക, ഞാനെന്ത് തെറ്റാ ചെയ്യുന്നത്, അവൻ ചെയ്യുന്നത് കണ്ടില്ലേ, ഇവൻ ചെയ്യുന്നത് കണ്ടില്ലേ, ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ, ഞാനെന്ത് ചെയ്യുന്നത്, ഞാൻ ഇത്രയില്ലേ. പക്ഷേ തൗഹീദുള്ളവൻ, അള്ളാഹു ആരാണെന്ന് തിരിച്ചറിഞ്ഞവൻ, അവൻ എപ്പോഴും അവൻ്റെ അവസ്ഥ തിരിഞ്ഞു നോക്കുമ്പോൾ അവന് ചിലപ്പോൾ തോന്നും അവനാണ് ജനങ്ങളിൽ ഏറ്റവും മോശം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞില്ലേ,
ആകാശത്തുനിന്നൊരു മലക്ക് വന്നിട്ട് പറയണം എല്ലാ ജനങ്ങളും നരകത്തിലേക്കാണ്, ഒരു മനുഷ്യൻ മാത്രമാണ് സ്വർഗത്തിലെന്ന് പറഞ്ഞാൽ റജൗതു അൻ യകൂന ദാക്, ആ മനുഷ്യൻ ഞാനായിരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരിക്കും. ഒരു മലക്ക് ആകാശത്തുനിന്ന് വന്ന് പറയണം ഇതാ ലോകത്തുള്ള എല്ലാവരും സ്വർഗത്തിലാണ്, ഒരൊറ്റ ഒരുത്തൻ മാത്രമേ നരകത്തിലുള്ളൂ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ഞാനായിരിക്കുമെന്ന പേടി എനിക്കുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം ഇതിലായിരിക്കും. നമ്മൾ സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നോക്കൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ നടത്തിയ ആരായിരുന്നു? അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഗ്ഫിറു, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക. വ ഇന്നി ലഅസ്തഗ്ഫിറു ഫിൽ യൗമി അക്സർ മിൻ 100 മറ, ഞാൻ ഒരു ദിവസം 100-ലധികം തവണ അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ തേടുന്നുണ്ട്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര അധികം ഇസ്തിഗ്ഫാർ നടത്തിയത്? കാരണം അവിടുന്ന് പാപങ്ങൾ ചെയ്തതുകൊണ്ടാണോ, അവിടുന്ന് തെറ്റുകൾ ചെയ്തതോ, ഹറാമുകൾ ചെയ്തതല്ല. പണ്ഡിതന്മാരിൽ ചിലർ വിശദീകരിച്ചു, അവിടുന്ന് സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അള്ളാഹു ചെയ്ത നിഅമത്തുകൾ വീക്ഷിക്കുമ്പോൾ അതിന് അർഹമായ രൂപത്തിൽ നന്ദി കാണിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണത്. എങ്ങനെയെല്ലാം നീ ഇബാദത്ത് ചെയ്താലും നിനക്ക് അള്ളാഹുവിന് പരിപൂർണമായ അർത്ഥത്തിൽ ഒരു മനുഷ്യനും സാധിക്കില്ല. അള്ളാഹുവിന് അർഹമായ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ ഒരാൾക്കും സാധിക്കില്ല. പക്ഷെ റബ്ബ് പുറത്തു നൽകുകയും വിട്ടു നൽകുകയും ചെറുതുകൊണ്ട് അവൻ തൃപ്തിപ്പെടുകയും ചെയ്യുന്നു. ചെറുതു, സുബ്ഹാനല്ലാഹ്, എത്ര ചെറുതുകൊണ്ടാണ് റബ്ബ് തൃപ്തിപ്പെടുന്നത്. ഒരാൾ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് വലദ്ദാലീൻ എന്നത് കഴിഞ്ഞ് ആമീൻ എന്നത് മലക്കുകളോടൊപ്പം ചേരുന്ന രൂപത്തിൽ ശ്രദ്ധിച്ചു പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻ കഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തിടും. എന്താ അവൻ ചെയ്തത്? ആമീൻ എന്നൊരു വാക്കാണ് പറഞ്ഞു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. 5 നേരം നിസ്കരിച്ചു. 5 നേരമാണ് നിസ്കരിച്ചത്, ദിവസം മുഴുവൻ നിസ്കരിച്ചിട്ടില്ല. 5 നേരമാണ്, അതും 1000 റക്അത്തുകളില്ല, ആകെ 2, 3, 4 റക്അത്തുകളാണ്. അതിനാണ് അവൻ വാഗ്ദാനം ചെയ്യുന്ന വലിയ വലിയ പ്രതിഫലങ്ങൾ. നോമ്പെത്രയാണുള്ളത്? വർഷം മുഴുവനില്ല, ആകെ 30 ദിവസമാണുള്ളത്. ചെറുതാണ് അള്ളാഹു, ഷക്കൂറാണ് റബ്ബ്. അള്ളാഹു ചെറുത് സ്വീകരിക്കുകയും അത് വലുതാക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നവരുടെ ഉപമ കമസലി ഹബ്ബത്തിൻ അംബതത് 7 സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ. അള്ളാഹു ദാനം നൽകുന്നവൻ്റെ ഉപമ എങ്ങനെയാണ്? ഒരു ധാന്യമണി, അതിൽ നിന്ന് 7 കതിരുകൾ, ആ 7 കതിരുകളിലും ഓരോ കതിരിലും 100 നന്മകൾ, 700 ഇരട്ടി. ഒരു ചെറിയ നന്മയുടെ പ്രതിഫലമാണിത്. ആരാണിങ്ങനെ നൽകുക? ആരാണിങ്ങനെ തരാൻ തയ്യാറാവുക? നീ എത്ര നേരം പണിയെടുക്കണം, എത്ര ശമ്പളം കിട്ടാൻ വേണ്ടി? പക്ഷെ റബ്ബ് എത്ര നൽകുന്നു, ഷക്കൂറാണ്. അപ്പം നിൻ്റെ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം ഹൃദയം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ചെയ്തു പോയ തിന്മകളിൽ ഖേദമുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്നദമു ഹുവ തൗബ, ഖേദമാണ് തൗബയുടെ ആരംഭം, അല്ലെങ്കിൽ ഖേദമാണ് തൗബ. ഖേദത്തിൽ നിന്നാണ് തൗബ ആരംഭിക്കുന്നത്. നീ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ നിനക്ക് ഖേദമില്ലെങ്കിൽ, കിട്ടിയ അവസരത്തിൽ ഞാൻ ഇനി ഇത് ചെയ്യുമെന്നാണ് നീ മനസ്സിൽ വിചാരിക്കുന്നതെങ്കിൽ അത് തൗബയല്ല. തൗബയുടെ അടയാളം ഇതാണ്. ഈ ഖേദം നിനക്ക് എത്ര തവണ ഉണ്ടായോ അത്രയെല്ലാം തവണ നീ ഇസ്തിഗ്ഫാർ നടത്തിയാലും അൽഹംദുലില്ലാഹ് നീ ഖൈറിലാണ്. നീ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു തിന്മ ചെയ്തു പക്ഷെ നിനക്ക് ഖേദമുണ്ട്, റബ്ബേ പറ്റിപ്പോയി, സംഭവിച്ചു പോയി, ഇനി ആവർത്തിക്കില്ല. ഈ ഖേദമുള്ളിടത്തോളം നിൻ്റെ ഇസ്തിഗ്ഫാർ സ്വീകാര്യമാണ്, നിൻ്റെ അവസ്ഥയും കുഴപ്പമില്ല. പക്ഷെ ഖേദം നഷ്ടപ്പെട്ടുകൊണ്ട് വെറുതെ നാവുകൊണ്ട് ഇസ്തിഗ്ഫാർ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇസ്തിഗ്ഫാറിൻ്റെ ആരംഭം ഹൃദയത്തിൽ നിന്നാണ്. ഖേദമുണ്ടാവുക, സംഭവിച്ചു പോയതിൽ, പറ്റിപ്പോയത്. 2, നേരത്തെ പറഞ്ഞു തന്നെ, ഹൃദയം കൊണ്ട് ഖേദമുണ്ടാവുക. നാവുകൊണ്ട് എന്തായിരിക്കും? നാവുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക, അള്ളാഹുവിൻ്റെ പാപമോചനം തേടുക, ഇസ്തിഗ്ഫാറിൻ്റെ വാക്കുകൾ പറയുക. ഫതലഖ ആദമു മിൻ റബ്ബിഹി കലിമാത്ത് ഫതാബ അലൈഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിന് പഠിപ്പിച്ചു കൊടുത്ത വാക്ക് നിങ്ങൾ കേട്ട, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന മിനൽ ഖാസിരീൻ. ഇങ്ങനെയുള്ള ഇസ്തിഗ്ഫാറിൻ്റെ വാക്കുകൾ പറയുക. 3, നിൻ്റെ ശരീരത്തെ, ശരീരാവയവങ്ങളെ ആ തിന്മയിലേക്ക് ഇനി തിരിച്ചു പോകുന്നതിൽ പിടിച്ചു വെക്കുക. ഞാനീ പറഞ്ഞ 3 കാര്യവും 3 അവയവങ്ങൾ കൊണ്ട് ചെയ്യാനുള്ളതാണ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ശുക്ർ, സബ്ർ, ഇസ്തിഗ്ഫാർ 3ഉം പഠിക്കാം. ശുക്ർ നാവ് കൊണ്ടുണ്ട്, സബ്ർ നാവ് കൊണ്ടുണ്ട്,
ഇസ്തിഗ്ഫാർ നാവ് കൊണ്ടുണ്ട്, ഹൃദയം കൊണ്ട് ഈ മൂന്നുണ്ട്, ശരീരാവയവങ്ങൾ കൊണ്ട് ഈ മൂന്നുണ്ട്. നിങ്ങൾ ഓർത്തു വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതാണ് ശുക്റും സബ്റും ഇസ്തിഗ്ഫാറുമല്ല. അപ്പോൾ അദ്ദേഹം പറയാൻ, അള്ളാഹു നിന്നെ ഈ ഒരു മനുഷ്യനാക്കട്ടെ, നിനക്കൊരു നിഅമത്ത് ലഭിച്ചാൽ നന്ദി കാണിക്കുന്ന, ഒരു പരീക്ഷണമുണ്ടായാൽ ക്ഷമിക്കുന്ന, ഒരു തിന്മ ചെയ്താൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്ന ഒരു മനുഷ്യനാക്കി അള്ളാഹു നിന്നെ മാറ്റട്ടെ. ഫഇന്ന ഹഉലാഇ الثلاث ഉൻവാനു السعادة ഔ ഉൻവാനു السعادة, ഈ മൂന്ന് കാര്യങ്ങൾ അതാണ് ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൻ്റെ അടയാളം എന്ന് പറയും. ഈ മൂന്ന് കാര്യം ഒരാൾക്കുണ്ടായാൽ അവന് ഭാഗ്യവാനാണ്. ഈ മൂന്ന് കാര്യം ഉണ്ടായാൽ ഏതൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, നന്മ ലഭിച്ചാൽ നന്ദി കാണിക്കുക, പ്രയാസമുണ്ടായാൽ ക്ഷമിക്കുക, തിന്മ ചെയ്താൽ ഇസ്തിഗ്ഫാർ തേടുക. ഇത് വലിയ പാഠമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇങ്ങനെയാണ് ദഅവത്ത് നമ്മൾ നടത്തേണ്ടത്. തൗഹീദുള്ളവരെ, സലഫികളെ ഒരിക്കലും പരുഷന്മാരാവാതിരിക്കുക പ്രബോധനത്തിൽ. നിൻ്റെ പ്രബോധനം കേൾക്കുന്നവർ നിനക്ക് അവരോടുള്ള നസീഹത്ത് തിരിച്ചറിയട്ടെ. സുബ്ഹാൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വജ്അൽ ലിവജ്ഹിക മുഖ്ലതൈനി കിലാഹുമ മിൻ ഖശ്യത്തി റഹ്മാനി ബാക്കിയതാനി. പ്രബോധനം നടത്തുന്ന ആളുടെ അവസ്ഥയാണത്. അദ്ദേഹം പറഞ്ഞു, നിനക്ക് രണ്ട് കണ്ണുകളോ, നിൻ്റെ രണ്ട് കണ്ണീർ ചാലുകൾ നിനക്കുണ്ടായിരിക്കട്ടെ. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുന്ന രണ്ട് കണ്ണീർ ചാലുകൾ. എന്തുകൊണ്ടാണത്? ലൗ ശാഅ റബ്ബുക കുൻത അയ്ളൻ മിസ്ലഹും ഫൽ ഖൽബു ബൈന അസാബി റഹ്മാനി. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, നീ ഉപദേശിച്ചു കൊടുക്കുന്ന ആളുണ്ടല്ലോ, നീ ശിർക്കിലാണ്, നീ ചെയ്യുന്ന തെറ്റാണ് എന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആളുണ്ട്, ആ മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്നെ ആക്കാൻ റബ്ബിന് കഴിയുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയമെന്ന് നീ ഓർക്കുക. നീ ദഅവത്ത് നടത്തുന്ന ഒരാളോട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും അവനെ ചെറുതാക്കി കണ്ട് അവന് നിനക്കൊക്കെ എന്ത് വിവരം ഉണ്ടടാ, നീയൊക്കെ എത്ര കാലമായി, നിനക്കൊക്കെ എന്താ അറിയാം, ഞാൻ കണ്ടില്ലേ എന്ന് നീ ഒരിക്കലും പറയരുത്. കാരണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഇതുള്ളത്. ഇത് ആർക്കാണ് നഷ്ടപ്പെടുക, ആർക്കാണ് ലഭിക്കുക എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേറ്റം ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ തയ്യാറായിരുന്ന അബൂ താലിബ് നരകത്തിലാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉപദ്രവങ്ങളുമായി വാളുകൊണ്ട് ആക്രമിക്കാൻ വന്ന അബൂ സുഫിയാനും സുഹൈലുമെല്ലാം സഹാബിമാരാണ് റളിയല്ലാഹു അൻഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നിശ്ചയിച്ചത് ഒരാൾക്കാണ്, ഹിദായത്ത് നിശ്ചയിക്കാതിരുന്ന മറ്റു ചിലർക്കാണ്. എങ്ങനെയാണ് നിനക്ക് എൻ്റെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ സാധിക്കുക? അതുകൊണ്ട് ദഅവത്ത് ചെയ്യുന്നവർ എപ്പോഴും, പ്രത്യേകിച്ച് തൗഹീദിൻ്റെ ആളുകൾ ഈ കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇഅ്ലം, നീ അറിയുക, അർഷദക അല്ലാഹു ലിതാഅതിഹി, അള്ളാഹു അവനെ അനുസരിക്കാൻ നിനക്ക് അള്ളാഹു വിവേകം നൽകട്ടെ. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളാക്കാൻ അള്ളാഹു നിനക്ക് വിവേകം നൽകട്ടെ. അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹിം അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. അദ്ദേഹം പറയാം, ഇഅ്ലം, സഹോദര, നീ പഠിക്കണം. എന്താ നീ പഠിക്കേണ്ടത്? അൽ ഹനീഫിയ്യത്ത് എന്ന് ഖുർആനിൽ നീ വായിക്കുന്ന കാര്യമുണ്ടല്ലോ, മില്ലത്തു ഇബ്രാഹിം കാന ഹനീഫൻ എന്നൊക്കെ പറയുന്ന ആ ഹനീഫിയത്തിൻ്റെ മാർഗമുണ്ടല്ലോ, ആ മാർഗം എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. അതിൻ്റെ അർത്ഥം ഈ പറയുന്നതാണ്, നീ അള്ളാഹുവിനെ മാത്രം ഇഖ്ലാസോടുകൂടി അവന് ഇബാദത്ത് ചെയ്യുക. അതാണ് ഹനീഫിയത്ത്. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കൂ. അല്ല, ഇന്ന് ആളുകൾ തർക്കിക്കുകയാണ്, ഇന്നയാൾ വലിയാണ്, അയാൾ മുദബ്ബിറുൽ ആലമാണ്, ഇന്നയാൾ അയാളാണ് ലോകം നിയന്ത്രിക്കുന്നത്, ഇന്നയാൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ആളുകൾ തർക്കത്തിലാണ്. സഹോദര, വിശുദ്ധ ഖുർആൻ നീ എടുത്തു നോക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രശംസകൾ കൊണ്ട് മൂടിയ ഒരാളുണ്ട്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഖലീലുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖലീൽ, അള്ളാഹുവിൻ്റെ ഖലീൽ, ഉറ്റ മിത്രം എന്ന വിശേഷണം ലഭിച്ചയാൾ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആരായിരുന്നു അദ്ദേഹം? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം അള്ളാഹു ആരംഭിച്ചത് തന്നെ وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പരീക്ഷിച്ച ഘട്ടം, ചില വാക്കുകൾ കൊണ്ട് പരീക്ഷിച്ചു. അദ്ദേഹം അതെല്ലാം പൂർത്തീകരിച്ചു. അള്ളാഹു ഇദ് ഖാല ലഹു റബ്ബു അസ്ലിം ഖാല അസ്ലംത്.
മുസ്ലിമാവണം ഇബ്രാഹിം, നീ നിന്നെ തന്നെ സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അസ്ലംത്, ഞാൻ സമർപ്പിച്ചിരിക്കുന്നു റബ്ബേ എന്ന് അദ്ദേഹം പറഞ്ഞു. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സഹ്, വിഡ്ഢിയായ ഒരുത്തനല്ലാതെ ഇബ്രാഹിമിൻ്റെ മാർഗത്തിൽ നിന്ന് ആർക്കാണ് വെറുപ്പുണ്ടാവുക? ലഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹിം, നിങ്ങൾക്ക് ഇബ്രാഹിമിൽ ഉത്തമമായ മാതൃകയുണ്ട്. അള്ളാഹു പറയാൻ, ഇബ്രാഹിം അലൈഹിസ്സലാമിന് കുട്ടിയുണ്ടായില്ല, ധാരാളം കാലം മക്കളുണ്ടായില്ല, വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞ് ലഭിച്ചു. പ്രായമുള്ള സന്ദർഭത്തിൽ നിങ്ങൾ ആ ചരിത്രം വായിക്കുമ്പോഴെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല 2 മലക്കുകളെ പറഞ്ഞയച്ചു, നിങ്ങൾക്ക് ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു. ഖുർആൻ അള്ളാഹു പറയണം, ആ വയസ്സായ സ്ത്രീ ഫസഖത്ത് വജ്ഹഹ, മുഖത്തടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, അത്ഭുതം കൊണ്ട് അവർ പറഞ്ഞു, എനിക്കൊരു കുട്ടി ഉണ്ടാവുക, ഞാൻ ഇത്രയും വൃദ്ധയായിരിക്കെ, ഒരു കിളവിയായിരിക്കെ എനിക്കെങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുക? അങ്ങനെ അവർക്ക് അള്ളാഹു ഇസ്മായിൽ എന്ന സന്താനത്തെ നൽകി. ഒന്ന് ആലോചിച്ച് നോക്കും, വർഷങ്ങൾ കാത്തിരുന്ന് ഇസ്മായിൽ എന്നൊരു സന്താനത്തെ അള്ളാഹു നൽകി. കയ്യിൽ പിടിച്ച് നടക്കാനുള്ള പ്രായമെത്തിയപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വപ്നത്തിൽ കൽപ്പന അറക്കണമെന്ന് പറഞ്ഞു. നമുക്ക് അദ്ദേഹം മകനുമായി ചെല്ലാൻ. നിങ്ങളാ സംഭവം ആലോചിച്ച് നോക്കൂ. റബ്ബ് നൽകിയ മകനുമായിട്ട് മലയുടെ മുകളിലേക്ക് പോവാണ്. എന്തിനേ പോകുന്നത്? കുട്ടിനെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫലമ്മ തല്ലഹു ലിൽ ജബീൻ, മുഖം തിരിച്ചു കിടത്തിയതാണ് ഇറക്കുന്നതിന് വേണ്ടി, മുഖത്ത് നോക്കാതിരിക്കാൻ പറ്റാൻ വേണ്ടിയിട്ട്. അതായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, അൻത ഖൈറുൽ ബരിയ, നബിയെ അങ്ങ് എല്ലാവരിലും ഏറ്റവും ഉത്തമനാണ്, ഖൈറുൽ ബരിയ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാക ഇബ്രാഹിം, അത് ഇബ്രാഹിമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എത്ര ചരിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതുണ്ട്. ഒരു വിജനമായ പ്രദേശത്ത് മക്കയിൽ കഅബയുടെ അടുത്ത് തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ആക്കിക്കൊണ്ട് അദ്ദേഹം ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് ഞാൻ ഹിജ്റ പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോവാൻ. എത്ര ചരിത്രമാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം. സുബ്ഹാനല്ലാഹ്. ആ ഇബ്രാഹിമിൻ്റെ മാർഗത്തെ അള്ളാഹു വിശേഷിപ്പിച്ചതാണ് മില്ലത്തുൻ ഹനീഫിയ്യ, ഹനീഫിയ്യത്തിൻ്റെ മാർഗം. നമ്മൾ ഖുർആൻ പലയിടത്തും വായിക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഷഹാദത്ത് കലിമ ചൊല്ലുന്ന 5 നേരം നിസ്കരിക്കുന്നവരെ, നമുക്ക് ഇബ്രാഹിം നബിയുടെ മാർഗം സ്വീകരിക്കുന്നതിൽ എന്താ തടസ്സമുള്ളത്? വേറെ ആരെയും നിങ്ങൾ തള്ളിക്കളഞ്ഞോളൂ, വേറെ ഏത് പണ്ഡിതനെയും ഏത് വലിയ ഹോജമാരെയും നിങ്ങൾ മാറ്റിവെച്ചു. ഇബ്രാഹിം നബിയുടെ മാർഗം, അള്ളാഹു പറഞ്ഞു തന്ന ഇബ്രാഹിം നബിയുടെ മാർഗം. ഇബ്രാഹിം നബിയുടെ മാർഗം എന്നാൽ അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, മുഖ്ലിസൻ ലഹുദ്ദീൻ, ദീൻ പരിപൂർണമായി നിഷ്കളങ്കമാക്കി, ഒരു ലാഞ്ചന പോലും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാതെ പരിപൂർണമായി ദീൻ അള്ളാഹു നൽകുക എന്നതായിരുന്നു ഇബ്രാഹിം നബിയുടെ മാർഗം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ എടുത്തു നോക്കൂ. നൂഹ് നബിയെ വിളിച്ചോ? തവസ്സുലാക്കിയോ? ഇല്ല. നൂഹ് നബിയുടെ സഹായം തേടിയോ? ഇബ്രാഹിം നബിയുടെ മുൻപാണല്ലോ നൂഹ് നബി വന്നത്. ആദം നബിയെ തവസ്സുലാക്കിയോ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സുലാക്കിയോ? മുഹമ്മദ് നബിയോട് തേടിയോ? ഇല്ല. എല്ലാ തേട്ടങ്ങളും ആരോടാണ്? അള്ളാഹുവിനോടാണ്. നോക്കൂ, അസറുകളിൽ വന്നതുപോലെ അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ മലക്ക് അദ്ദേഹത്തിൻ്റെ അരികിൽ വന്ന് സഹായം വേണ്ടതുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അള്ളാഹുവിൻ്റെ സഹായത്തിൽ തൃപ്തിപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഹസ്ബി അള്ളാഹ്. ഹസ്ബി അള്ളാഹ് ഇബ്രാഹിം നബി പറഞ്ഞ വാക്കായിരുന്നു ഹസ്ബി അള്ളാഹ്, എനിക്ക് അള്ളാഹു മതി. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഹസ്ബി അള്ളാഹ്? ആ വാക്കിൻ്റെ അർത്ഥം എനിക്ക് അള്ളാഹു മതി. നിങ്ങൾ നോക്കൂ, ഇന്ന് പുരോഹിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദീനും ഹസ്ബി അള്ളാഹ് എന്ന വാക്കും തമ്മിൽ എന്തെങ്കിലും സമാനതയുണ്ടോ? CM വിളിച്ചോ നിങ്ങൾ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ബൈത്ത് പാടിക്കോളൂ, ഇന്ന ആളെ തവസ്സുലാക്കിക്കോളൂ എന്ന വാക്കും ഇബ്രാഹിം നബിയുടെ ഹസ്ബുൻ അള്ളാഹ് അല്ലെങ്കിൽ ഹസ്ബി അള്ളാഹ് എന്ന വാക്കും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ അതിതാണ്, അള്ളാഹുവിനെ മാത്രം അറിയിക്കും. നിങ്ങൾക്ക് അറിയോ, ഹനീഫ് എന്ന വാക്കിൽ ഖുർആൻ പലയിടത്തും ഇബ്രാഹിം നബിയെ പറഞ്ഞത് കാന ഹനീഫൻ എന്നായിരുന്നു. ഹനീഫ് എന്ന വാക്ക് ശരിക്കും അതിൻ്റെ അർത്ഥം ഒരു കാലിന് മുടന്തുള്ള ആൾക്ക് പറയുന്ന വാക്കാണ്. കാലിന് മുടന്തുള്ള ആൾക്ക് പറയുന്ന വാക്കാണ് ഹനീഫ്. എന്താ കാലിന് മുടന്തുള്ള ആളുടെ പ്രത്യേകത? അയാളെപ്പോൾ ഒരു സ്ഥലത്തേക്ക് ചെരിഞ്ഞുകൊണ്ടിരിക്കുന്ന നടക്കുക. വലതു കാലിലാണ് മുടന്തെങ്കിൽ അയാൾ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടിരിക്കാനുള്ള നടത്തം. ഹനീഫ് എന്ന് പറഞ്ഞാൽ
ഐ മാഇലൻ ഇല തൗഹീദ് അനി ശിർക്ക്, ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ചരിഞ്ഞുകൊണ്ട് നടന്നു എന്നാണ്. നടത്തത്തിൽ തന്നെ എന്തുണ്ട്? ജീവിതത്തിലെ നടത്തം തൗഹീദിലേക്ക് ചരിഞ്ഞിട്ടാണ്. ഒരിക്കലും ഇങ്ങോട്ടൊരു ചെരിവില്ല. ഉടനെ ഈ ഭാഗത്ത് നിന്ന് ഷിർക്കിൻ്റെ ഭാഗമാണിതെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് പരിപൂർണമായി തൗഹീദിലേക്ക് ചെരിഞ്ഞ് നടക്കുക. അതാണ് ഹനീഫ്. മാഇലൻ ഇല ത്വാഅതി അൻ അൽ മഅസിയതി, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിന്ന് അനുസരണത്തിലേക്ക് മാത്രം ചെരിഞ്ഞ് നടക്കുക. ഇതാണ് ഹനീഫാവ്. ഇതാണ് ഹനീഫ്. ഇതാണ് ഹനീഫാവേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് വരെ പിൻപറ്റാൻ അള്ളാഹു കൽപ്പിച്ച ഈ മാർഗം, ഹനീഫിയത്തിൻ്റെ മാർഗം, ഇബ്രാഹിം നബിയുടെ മാർഗം എന്നാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന ഇബാദത്താണ് അല്ലേ? നിങ്ങളിപ്പോൾ രോഗം വന്നു, അള്ളാഹുവെ എനിക്ക് രോഗം മാറ്റി തരണേ എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? അല്ല, അതൊരു ഇബാദത്താണ്. അപ്പം അള്ളാഹുവെ എനിക്ക് രോഗം മാറ്റി തരണേ എന്ന് പറയേണ്ട സ്ഥലത്ത് ഒരാൾ മുഹൈദ്ദീൻ ഷെയ്ഖെ എനിക്ക് രോഗം മാറ്റി തരണേ എന്ന് വാക്ക് മാറ്റി പറഞ്ഞാൽ അതെങ്ങനെയാണ് മുഹൈദ്ദീൻ ഷെയ്ഖിനുള്ള ഇബാദത്താകാതിരിക്കുന്നത്? അള്ളാഹുവെ എനിക്ക് രോഗം മാറ്റി തരുന്നത് പറഞ്ഞാൽ അത് ഇബാദത്താണ്, നിങ്ങൾക്ക് ആർക്കും സംശയമില്ല. ആ വാക്ക് അള്ളാഹുവെ എന്നിടത്ത് മുഹൈദ്ദീൻ ഷെയ്ഖെ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഇബാദത്താകാതിരിക്കുന്നത്? ഇതൊക്കെ ഇബാദത്തുകളാണ്. ഇബാദത്തായി എന്തെല്ലാമുണ്ടോ അതെല്ലാം അള്ളാഹുവിന് മാത്രം നൽകുക എന്നതാണ് ഹനീഫിയത്തിൻ്റെ മാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ, അള്ളാഹുവിനെ മാത്രം ഇഖ്ലാസോടുകൂടി അവന് മാത്രം ഇബാദത്ത് സമർപ്പിക്കുക എന്നതാണ് ഹനീഫിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിന്നെ അള്ളാഹ് പഠിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിങ്ങളായ എല്ലാവരോടും, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കൽ പോലും ഇബാദത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് നിങ്ങൾ ഒരു കാരണവശാലും സമർപ്പിക്കാൻ പാടില്ല. ശരി, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇദാ അറഫ്ത, ഇതുകൂടി പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഫഇദാ അറഫ്ത അന്നല്ലാഹ ഖലഖക ലിഇബാദതിഹി ഫഅലം അന്നൽ ഇബാദത ലാ തുസമ്മ ഇബാദതൻ ഇല്ലാ മഅ തൗഹീദ്. ഇപ്പം ഇത്രയും പറഞ്ഞത് നിനക്ക് എന്തു മനസ്സിലായി? അള്ളാഹു അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബ്രാഹിം നബിയുടെ മാർഗ്ഗം എന്താ? അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അപ്പം നിന്നെ അള്ളാഹ് പഠിച്ചിരിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. അത് നിനക്ക് മനസ്സിലായാൽ നീ അടുത്തതായി പഠിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു നിന്നെ പഠിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാനാണെങ്കിൽ മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ഇബാദത്ത് നിനക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ നിനക്ക് തൗഹീദ് വേണം. നന്നായി ശ്രദ്ധിക്കേണ്ട പാഠമാണ്. നീ നിസ്കരിക്കുന്നു, നിസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇബാദത്താകണോ? നീ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നത്, അള്ളാഹുവിനോട് നിസ്കരിക്കുന്നത്, 5 നേരം നിസ്കരിക്കുന്നു. ആ നിസ്കാരം അള്ളാഹുവിൻ്റെ അരികിൽ ഇബാദത്താകണോ? നിനക്ക് തൗഹീദ് ഉണ്ടായിരിക്കണം. തൗഹീദില്ലേ ഇബാദത്താവില്ല. അത് ഇബാദത്തിൽ നീ 5 നേരമല്ല 10 നേരം 1000 നേരം നിസ്കരിച്ചിട്ട് കാര്യമില്ല. രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ നീ സുജൂദിൽ കിടന്നിട്ട് കാര്യമില്ല. തൗഹീദില്ലേ ഒരു ഇബാദത്തും ഇബാദത്താവില്ല. ഇത് ശരിക്കും പഠിക്കേണ്ട പാഠമാണ്. തൗഹീദില്ലേ ഒരു ഇബാദത്ത്. നമ്മളെ ആൾക്കാർ ചിലർ പറയാറില്ലേ, ഞങ്ങൾ ഇത്രയും നിസ്കരിക്കുന്നു, ഇത്രയും നോമ്പെടുക്കുന്നു, ഇത്രയും സദഖ കൊടുക്കുന്നു, ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ പറയും ഇതൊന്നും അള്ളാഹ് സ്വീകരിക്കില്ലാണ്, ഇതൊന്നും അള്ളാഹ് സ്വീകരിക്കില്ലാണ്. സ്വീകരിക്കില്ല. അതിനുള്ള തെളിവെന്താണ്? ഇത് കേട്ടാൽ ആൾക്കാർക്ക് ഭയങ്കര പറഞ്ഞു കേട്ടാൽ ആൾക്കാർ ഇപ്പം നമ്മൾ ചെയ്തൊന്നും സ്വീകരിക്കില്ല. അതിനുള്ള തെളിവാണ് അദ്ദേഹം തൊട്ടടുത്തായി പറഞ്ഞു, കമാ അന്ന സ്വലാത ലാ തുസമ്മ സ്വലാത്തൻ ഇല്ലാ മഅ ത്വഹാറ. വുദൂ ഇല്ലാതെ നിസ്കരിച്ചാൽ ആ നിസ്കാരമല്ല എന്നതുപോലെ തൗഹീദില്ലാതെ ഇബാദത്ത് ചെയ്താൽ ആ ഇബാദത്തല്ല. ഒരാൾ വന്ന് നിസ്കരിക്കണം, വുദൂ എടുത്തിട്ടില്ല, അവന് സൂറത്തുൽ ബഖറ ഓതി നിസ്കരിച്ചു, രാത്രി മുഴുവൻ നിസ്കാരം, നീ എന്തേ വുദൂ എടുക്കാത്ത?
ഞാൻ സൂറത്തുൽ ബഖറയിൽ ഓതി അള്ളാഹ് സുജൂദല്ലേ ചെയ്ത് റുക്കുവല്ലേ ചെയ്ത് എന്നൊരാൾ ചോദിച്ചാൽ നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല മോനെ, ഈ നിസ്കാരമല്ലടോ, ഇത്രയും നേരം റുക്കു ഇത്രയും നേരം സുജൂദ് ചെയ്ത് അള്ളാഹ് സ്വീകരിക്കില്ല എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും നേരം ഉറക്കം കളഞ്ഞിട്ട് ഇത്രയും പണിതൊക്കെ വേസ്റ്റാണ്. എന്തുകൊണ്ട് വേസ്റ്റായി? നീ വുദു ചെയ്തിട്ടില്ല. വുദു ചെയ്യാതെ നിസ്കരിച്ചതുകൊണ്ട് നിസ്കാരമാകുന്നില്ലെങ്കിൽ ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യമായ തൗഹീദില്ലാതെ എന്ത് ഇബാദത്ത് ചെയ്താലും അത് ഇബാദത്താവുകയില്ല. പഠിച്ചു വെച്ചോളൂ നിങ്ങൾ ഈ പാഠം. ആര് ചോദിച്ചാലും നിങ്ങൾ ഇത് പറഞ്ഞിട്ടാണ്. വുദു ഇല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കില്ല എന്ന് എനിക്ക് സംശയമില്ലല്ലോ. അതേപോലെ തന്നെ തൗഹീദില്ലാതെ ഇബാദത്ത് ചെയ്താൽ ആ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല. فإذا دخل الشرك في العبادة فسدت. ഇബാദത്തുകളിൽ ഷിർക്ക് സംഭവിച്ചാൽ അതോടുകൂടി എല്ലാ ഇബാദത്തും ബാത്തിലാകും. കൽ ഹദഥി ഇദാ ദഖല ഫി ത്വഹാറ. ഒരു മനുഷ്യൻ്റെ നിസ്കാരത്തിനിടയിൽ അവന് അശുദ്ധി സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാകുന്നത് പോലെ. ഒരാൾ നിസ്കരിച്ചു, രാത്രി നിസ്കാരം അത്രയും നിസ്കരിച്ചു, തഹിയാത്തിൻ്റെ സമയത്ത് അവന് വുദു നഷ്ടപ്പെട്ടു. നിസ്കരിച്ചു, നിസ്കാരമായോ? ഫർദ് നിസ്കാരമാണ് നിസ്കരിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? നിസ്കാരം അടക്കി നിസ്കരിക്കണം. കാരണം എന്താ? ആ നിസ്കാരം അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകരിക്കപ്പെടില്ല. നിസ്കാരത്തിൻ്റെ ഇടയിൽ സംഭവിച്ച കഥയാണ് ഇപ്പം ഇത്. വുദു ഒക്കെ എടുത്തിട്ടാണ് നിസ്കാരം തുടങ്ങിയത്. സലാം വീട്ടിന് തൊട്ട് മുന്നേ വുദു പോയി, നിസ്കാരം ബാത്തിലായി. എന്തുകൊണ്ട്? ഒരു വുദു നിസ്കാരം സ്വീകരിക്കാനുള്ള നിബന്ധനയായ ശുദ്ധി അവന് നഷ്ടപ്പെട്ടു. ഇതേപോലെ ഇബാദത്ത് സ്വീകരിക്കാൻ ഒരു നിബന്ധനയുണ്ട്. അതെന്താണ്? തൗഹീദാണ്. തൗഹീദില്ലേ ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കില്ല. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങേക്കും മുൻപുള്ള നബിമാർക്കും എല്ലാം നാം വഹി നൽകിയ കാര്യമാണ്. ശിർക്ക് ചെയ്തോ? നബിമാരോടാണ് ഈ പറയുന്നത്, നിങ്ങളുടെ അമലുകൾ ബാത്തിലാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, CM അടൂരാണ് ലോകത്തിൻ്റെ നിയന്താവ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എത്ര കാലം നിസ്കരിച്ചാലും അള്ളാഹു നിസ്കാരം സ്വീകരിക്കില്ല. നീ മുശ്രിക്കായിട്ടാണ് മരിക്കുന്നത്, കാഫറായിട്ടാണ് നീ മരിക്കാൻ പോകുന്നത്. കാഫറായിട്ട് മരിക്കും, ഒരു സംശയവും വേണ്ട. നിനക്ക് ആ കാര്യത്തിൽ സംശയവും വേണ്ട. എങ്ങനെയാണ് നിനക്കതിൽ സംശയം ഉണ്ടാവുന്നത്? മുദബ്ബറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ എന്ന വാക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിന് പോലും പതിച്ച് നൽകിയിട്ടില്ല. എന്നിട്ടാണ് നീ ഇന്നലെ മരിച്ചുപോയതോ ചങ്ങാതിയെക്കുറിച്ച് ഇത് പറയുന്നത്. അതല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ജാറത്തിൽ കിടക്കുന്നവരെ എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ, എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നീ മരിക്കുന്നത് എങ്കിൽ നീ മുസ്ലിമായിട്ടല്ല മരിക്കുന്നത്. ഇത്രയും കാലം ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കുന്നതല്ല. അബ്ദുല്ലാഹ് ബിൻ ജദ്ആൻ എന്നൊരു മനുഷ്യൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഓരോ ഹജ്ജിനും അയാൾ 770 എത്രയോ 100 കണക്കിന് ഒട്ടകങ്ങൾ, അതിൻ്റെ പുറത്തുള്ള വിഭവങ്ങൾ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ദാനം ചെയ്യുമായിരുന്നു. അത്രയും ദാനധർമ്മിയായിരുന്നു അയാൾ. കുടുംബബന്ധം ചേർക്കും, പല നന്മകൾ ചെയ്തിരുന്ന മനുഷ്യനാണ് അയാൾ. അയാളെക്കുറിച്ച് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അബ്ദുല്ലാഹ് ബിൻ ജദ്ആൻ അയാൾ ചെയ്ത നന്മകൾ എന്തെങ്കിലും ഉപകരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ മനുഷ്യൻ ദിവസത്തിൽ ഒരിക്കൽ പോലും അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അവൻ്റെ പ്രവർത്തനം അല്ലാഹ് സ്വീകരിക്കണം. തൗഹീദുള്ളവനായിട്ടല്ല മരിച്ചത്. അതുകൊണ്ടാണ് ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, വാക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട വാക്കാണ്. നുഖ്തത്തുൻ മിനശ്ശിർക്കി ഫീ ബിഹാരിൽ ഹസനാതി തുഫ്സിദുഹ. നന്മകളുടെ സമുദ്രങ്ങളിൽ, നന്മകളുടെ സമുദ്രം, അത്രയും നന്മയുണ്ട്. അതിൽ ഒരു തുള്ളി ശിർക്ക് വീണാൽ ആ നന്മകളെല്ലാം അത് നശിപ്പിച്ചു കളയും. ഒരു തുള്ളി. ഒരാൾ 1000 വർഷം ജീവിച്ചു, 1000 വർഷം 5 വഖ്ത് നിസ്കരിച്ചു, നോമ്പെടുത്തു, എല്ലാം നിങ്ങൾക്ക് ഉദ്ദേശിക്കാവുന്ന ഇബാദത്തുകളെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചു. എന്നിട്ട് അയാൾ മരിക്കുന്നതിന് തൊട്ടു മുൻപ്, അതുവരെ ശിർക്ക് ചെയ്തിട്ടില്ല, മരിക്കുന്നതിന് തൊട്ടു മുൻപ് അയാൾ ശിർക്ക് ചെയ്തു. ഇത്രയും കാലം ചെയ്ത നന്മകൾ ബാത്തിലാക്കാൻ, നിഷ്ഫലമാക്കാൻ ഈ ഒരു നിമിഷ നേരത്തെ
ഷിർക്ക് 1000 വർഷങ്ങളുടെ നന്മ തകർക്കാൻ മതിയായതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് ഷിർക്കിൻ്റെ ഗൗരവം എന്താണെന്ന് ചിലത് കേൾക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഷിർക്കുണ്ടോ? ഇബാദത്തുകൾ നിൻ്റെ പക്കലില്ല തന്നെ. ഇതിപ്പോൾ ഏതാണ്ട് നമ്മൾക്ക് ആർക്കും സംശയമില്ലാത്ത കാര്യം. സമസ്തക്കും സുന്നിക്കും മുജാഹിദിനും ജമാഅത്തിനും തബ്ലീഗിനും ഒരാൾക്കും സംശയമില്ലാത്ത കാര്യമാണ് ഈ പറഞ്ഞത്. ഷിർക്ക് ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇത് ഒരാൾക്കും സംശയമില്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളും സമസ്തയിലും എല്ലാത്തിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കാര്യം ഇത്ര ഗൗരവമുള്ളതാണെങ്കിൽ അത് എൻ്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് കൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നുമില്ലല്ലോ. നീ ഒന്ന് പരിശോധിച്ചേക്ക്. അത് മുജാഹിദ് അങ്ങനെ പറയും, മറ്റോൻ ഇങ്ങനെ പറയും, സെൽഫി ഇങ്ങനെ പറയും, ഇവരിങ്ങനെ പറയും, ആയിക്കോട്ടെ, പ്രശ്നമല്ല. പക്ഷെ ഒന്ന് പരിശോധിച്ചേക്ക്. ഖുർആനിൽ നീ ഒന്ന് വായിച്ചു നോക്കുന്നുണ്ട്, ഈ ചെയ്യുന്ന പ്രവർത്തികൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? നീ ഒന്ന് ഉറപ്പുവരുത്തിയേക്ക്. ഉറപ്പുവരുത്തുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിക്കാനുണ്ടോ? ഉറപ്പുവരുത്തുന്നത് കൊണ്ട് ഒന്ന് പരീക്ഷിച്ച് ഉറപ്പുവരുത്തുന്നത് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ലല്ലോ. നിനക്ക് ഉറപ്പുവരുത്താമല്ലോ. നീ ചെയ്യുന്ന, നീ ജാറത്തിൽ പോകുന്നത്, നീ മൊഹിദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയുന്നത്, മുഹമ്മദ് നബിയെ എൻ്റെ പ്രയാസങ്ങൾ നീക്കണേ എന്ന് പറയുന്നത്, അത് ഖുർആനിലുള്ള കാര്യമാണെങ്കിൽ നീ പേടിക്കേണ്ട, നീ സമാധാനമായിട്ട് മരിച്ചോ. അതില്ലാത്തതാണെങ്കിൽ നിനക്ക് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. നീ ഒന്ന് പരിശോധിച്ചേക്ക്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയട്ടെ, മുസ്ലിങ്ങളായ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉസ്താദുമാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതിന് മുൻപ് ഒന്ന് പരിശോധിക്കുക. ഒന്ന് പരിശോധിച്ച് നോക്കുക. ഖുർആനിലൊന്ന് പരിശോധിച്ച് നോക്കുക, ഹദീസിലൊന്ന് പരിശോധിച്ച് നോക്കുക. ഇന്ന് കാലത്ത് വിജ്ഞാനം, ഏത് വിജ്ഞാനവും വിരൽത്തുമ്പറ്റാൻ എന്തു പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അത് ശ്രമിച്ചു നോക്കുക. അപ്പോൾ തൗഹീദ് ഇല്ലാതെ ഒരു അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, അറഅയ്ത റജുലൻ ഗസ യൽതമിസുൽ അജ്റ വദ്ദിക്റ മാ ലഹു. ഒരു മനുഷ്യൻ, അയാൾ യുദ്ധം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലാണല്ലോ ചോദ്യം. അപ്പോൾ ആരോടൊപ്പം ആയിരിക്കും യുദ്ധം? അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പമാണ് യുദ്ധം. യൽതമിസുൽ അജ്റ വദ്ദിക്ർ, അള്ളാഹുവിൻ്റെ പ്രതിഫലവും അയാൾക്ക് ഉദ്ദേശമുണ്ട്, അതോടൊപ്പം ആൾക്കാർ അയാളെക്കുറിച്ച് നല്ലത് പറയണമെന്നുണ്ട്. മാലഹു, അയാൾക്ക് എന്തെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഷൈഅ ലഹു, അവന് യാതൊന്നും ഉണ്ടാവുകയില്ല. ആ ചോദ്യം അവിടെ ഈ മനുഷ്യൻ ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹു. അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതല്ലാത്ത ഒരു പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ശിർക്ക് വന്നിട്ടുണ്ടോ എന്ന ഒരു പരിശോധന നമുക്ക് വേണം. നിർബന്ധമായിട്ടും അത് വേണം. അത് സുന്നിക്കും മുജാഹിദിനൊക്കെ ബാധകമാണ്. ഇപ്പോൾ ചില ആളുകൾ മുജാഹിദാണ്, അല്ലെങ്കിൽ സലഫിയാണ്, അല്ലെങ്കിൽ ജമാഅത്താണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ്, അല്ലെങ്കിൽ സംഘടനയില്ല, എന്തെങ്കിലും ആവട്ടെ. ചില ആളുകൾ എനിക്കെങ്ങനെ, ഞാനിതൊക്കെ പഠിച്ചതാണ്, ഞാനിതിന് പേടിക്കണം. നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ നിങ്ങളതിൽ തുടക്കത്തിൽ വായിക്കുന്ന ചരിത്രങ്ങളൊന്നുണ്ട്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം വിഗ്രഹങ്ങളെ തകർത്തയാളാണ്. വിഗ്രഹങ്ങളെ, തൻ്റെ വാപ്പയാണ് വിഗ്രഹം ഉണ്ടാക്കുന്നതാണ്. ആ വിഗ്രഹങ്ങൾ തൻ്റെ കൈകൊണ്ട് തല്ലിയുടച്ച മനുഷ്യനാണ്. എന്നിട്ട് അദ്ദേഹം ദുആ ചെയ്യാണ്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, ഈ നാടിനെ നീ നിർഭയത്വമുള്ളൊരു നാടാക്കി മാറ്റണേ. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. വജ്നുബ്നി, അല്ലാഹു എന്നെ നീ കാത്തുരക്ഷിക്കണേ. വബനിയ, എൻ്റെ മക്കളെ നീ കാത്തുരക്ഷിക്കണേ. അൻ നഅ്ബുദൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് റബ്ബെ നീ ഞങ്ങളെ കാക്കണേ. വിഗ്രഹങ്ങളെ തകർത്തൊരു മനുഷ്യൻ്റെ ദുആ ആണ്. നമ്മൾ തൗഹീദിന് വേണ്ടി എന്താണ് ചെയ്തത്? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ അങ്ങനെ പേടിച്ചിട്ടുണ്ടോ? റബ്ബേ, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹുവെ എത്തിക്കരുതേ, അള്ളാഹുവെ ശിർക്ക് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനും പഠിപ്പിച്ചു കൊടുത്ത ദുആകളിൽ ഒന്നാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അള്ളാഹുവെ, അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന്, അറിഞ്ഞുകൊണ്ട് ശിർക്കിൽ അകപ്പെടുന്നതിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കാൻ. വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം,
അറിയാതെ അത് സംഭവിച്ചു പോകുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാനൊരു രക്ഷ ചോദിക്കുകയാണ്. റസൂൽ ആർക്കാ പഠിച്ചു കൊടുക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിച്ചു കൊടുത്ത ദുആയാണ്. അപ്പോൾ എത്ര ഗൗരവമുള്ള കാര്യമാണ് ശിർക്കിൽ അകപ്പെട്ടു പോകുക എന്നുള്ളത്. അവിടെ നിങ്ങൾ ഒരാൾ പോലും ഈ ആയത്ത് വിശദീകരിച്ച ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന വിശദീകരിച്ചപ്പോൾ ചിലർ പറഞ്ഞു വമൻ യഅ്മനുൽ ബലാ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിമിന് ഷിർക്കിൽ അകപ്പെടുമെന്ന പേടിയുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് ഷിർക്കിനെ കുറിച്ച് നിർഭയത്വമുണ്ടാവുക? നമുക്ക് ഇബ്രാഹിം നബിയാണ് ഈ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചിലരോട് ഷിർക്കിനെ കുറിച്ച് താക്കീത് ചെയ്താൽ അവർ പറയും, നിങ്ങളെന്താ ഈ പറയുന്നത്, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നാണ് നിങ്ങളുടെ വിചാരം, നിങ്ങൾക്ക് എപ്പോൾ നോക്കില്ല ഷിർക്ക് ഷിർക്ക് ഷിർക്ക്, വേറൊരു വർത്താനം നിങ്ങൾക്ക് പറയാനില്ല, എന്തിനാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ കൂടുന്നത് എന്ന് ചില ആളുകൾ പറയും. സഹോദര, ഷിർക്കിനെ കുറിച്ച് നിനക്ക് പേടിയില്ലെങ്കിൽ നീ നിൻ്റെ തൗഹീദ് പരിശോധിക്കണം. ഷിർക്കിനെ കുറിച്ച് നിനക്ക് പേടിയില്ലെങ്കിൽ, നിനക്ക് നിർഭയത്വമുണ്ടെങ്കിൽ, ഞാനൊക്കെ അങ്ങനെ നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ തൗഹീദ് പരിശോധിക്കണം. ഇതിലായിക്കൊണ്ട് തൗഹീദിലായിക്കൊണ്ട് മരിക്കുക എന്നത് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞതുപോലെ യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സ്ഥൈര്യമുള്ള ഉറച്ച വാക്കുകൊണ്ട് ഉറപ്പു നൽകുന്ന ചില ആളുകളുണ്ട്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ. അതുപോലെ മലക്കുകൾ ഖബറിൽ വന്നെത്തുമ്പോൾ മെൻ റബ്ബുക്കും അദീനുക്കും നബിയുക്ക് എന്നൊക്കെ ചോദിക്കും. അതിന് ഉത്തരം പറയാൻ കഴിയുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത്രയും പറഞ്ഞതിൽ എന്താ ഇപ്പോൾ നമ്മൾ പഠിച്ചത്? 2 പ്രധാന പാഠങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ 3 അവസ്ഥകൾ. അതിൽ 3 അവസ്ഥകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണത്? ഏതൊക്കെ 3 അവസ്ഥ? നിഅമത്ത്, ബലാ, തിന്മ. അനുഗ്രഹം, പരീക്ഷണം, മൂന്നാമത്തെ തിന്മ. നിഅമത്ത് സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ശുക്ർ ചെയ്യണം. പരീക്ഷണം ഉണ്ടായാലും എന്താ ചെയ്യേണ്ടത്? സബ്ർ ചെയ്യണം. തിന്മ സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ പാഠം നമ്മൾ പ്രധാനമായും പഠിച്ച പാഠം എന്താ? തൗഹീദില്ലാതെ ഒരു കാര്യം അള്ളാഹുവിൻ്റെ അരികിൽ ഇബാദത്താവുകയില്ല. എന്തെല്ലാം ചെയ്തിട്ട് കാര്യമില്ല. അതിനുള്ള തെളിവെന്താ? വുദൂഇല്ലാതെ നിസ്കാരം ശരിയാവില്ല എന്നതുപോലെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ചതിൻ്റെ ആകത്തുക ഇതാണ്. ഈ 2 കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങൾ ആണ് ആദ്യത്തിൽ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ ഷിർക്കിൻ്റെ ഗൗരവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് വിശദീകരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിൽ നാമേവരെയും ഉറപ്പിച്ചു നിർത്തുകയും തൗഹീദിലായിക്കൊണ്ട് അള്ളാഹു നാമേവരെയും മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ തൗഫനാ മുസ്ലിമീൻ വൽഹിഖ്നാ ബിസ്സാലിഹീൻ. اللهم اهدنا لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عنا سيئها لا يصرف عنا سيئها إلا أنت. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.